ഹലോ, ഗുഡ് ഈവനിങ്. കുവൈറ്റിലെ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട തത്സമയ റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിക്കും. അവിടെ ഇപ്പോഴും നമ്മളുടെ റിപ്പോർട്ടർമാരും നമ്മൾ തന്നെ തത്സമയം പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നവരും തുടരുകയാണ്. ദാരുണമായൊരു അഗ്നിബാധയാണ് കുവൈത്തിൽ ഉണ്ടായത്. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്ന അഗ്നിബാധയിലാണ് 11 മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 49 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലുള്ള കണക്ക്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് ഈ ബുള്ളറ്റിൻ്റെ പല ഭാഗങ്ങളിലുമായി തത്സമയം നമ്മൾ നൽകുകയും ചെയ്യാം. നിയുക്ത MP ആയി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട സുരേഷ് ഗോപി അല്ല തിരിച്ചെത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ കേരളത്തിലെ ആദ്യ സന്ദർശനങ്ങൾ പുതിയ തന്ത്രങ്ങൾ ഇഴപാകിയെടുക്കുന്നതാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ്. കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യം പോയത് കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്ക്. ദൈവമായി ജനങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ച് ആ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട്. എല്ലാം ഞാൻ കണക്കിലെടുത്താണ് പോകുന്നത്. എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം നേരെ പോയത് മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രധാനിയുമായിരുന്ന EK നായനാരുടെ വീട്ടിലേക്ക്. രാഷ്ട്രീയം വേറെയാണെന്നേ ഉള്ളൂ, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് സുരേഷ് ഗോപി എന്നതായിരുന്നു നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറിന്റെ പ്രതികരണം. അയാൾ കഴിയുന്നത് അയാൾ ചെയ്യും നാട്ടിന് വേണ്ടി. അയാൾ ഇതിനു മുമ്പേ നിങ്ങൾക്കെല്ലാം അറിയുന്നില്ലേ അയാൾ എത്ര പാവപ്പെട്ടവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയമല്ല നോക്കുക, രാഷ്ട്രീയക്കാരെ മക്കൾ നോക്കൂല. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയാൾ കഴിയുന്നത് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് അതിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയം കലർത്താൻ പാടില്ല. അത് എൻ്റെ റിക്വസ്റ്റ് അത്. എൻ്റെ സഖാവാരാന്ന് നിങ്ങൾക്കറിയില്ലേ? പ്രശസ്ത സാഹിത്യകാരൻ T. പത്മനാഭനെയും സുരേഷ് ഗോപി സന്ദർശിച്ചു. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത്. ജയിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം BJPയുടെ മന്ത്രിയല്ല, ജനങ്ങളുടെ മന്ത്രിയാണെന്നായിരുന്നു T. പത്മനാഭന്റെ പ്രതികരണം. അദ്ദേഹത്തിന് അറിയാം ഞാൻ BJPക്കാരനല്ലെന്ന്, BJPക്കാരനല്ലതാണ്. പക്ഷെ അതിലൊക്കെ ഉപരിയാണ് മാനുഷിക ബന്ധം. എല്ലാവരെയും ഒരേപോലെ കാണണം എന്ന് ഞാൻ പറഞ്ഞു. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത്. പക്ഷെ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം BJPയുടെ മന്ത്രിയല്ല, നാട്ടുകാരുടെ ജനങ്ങളുടെ മന്ത്രിയാണ്. ശാരദ ടീച്ചറെ കണ്ടതും T. പത്മനാഭനെ കണ്ടതും വ്യക്തിപരമായ ബന്ധത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ സുരേഷ് ഗോപി കണ്ണൂർ കൂടി തരണമെന്ന പ്രസ്താവനയും നടത്തി. ഈ കണ്ണൂർ വരുമ്പോഴേ സുരേഷ് ഏട്ടാ എത്രമാത്രം ഒരു പ്രതീക്ഷ സന്തോഷമൊക്കെ കണ്ണൂർ വരുമ്പോൾ, കണ്ണൂരിന്റെ മണ്ണിൽ വരുമ്പോൾ കണ്ണൂരും കൂടി തരണം. തന്ത്രങ്ങൾ മാറുന്നോ എന്നാണ് ചോദ്യം. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ സന്ദർശനം നടത്തി. വയനാട്ടിൽ തനിക്കൊപ്പം നിന്ന വോട്ടർമാരോട് നന്ദി പറഞ്ഞു. വയനാടോ റായ്ബറേലിയോ ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് രാഹുൽ ധർമ്മസങ്കടത്തിലാണ്. രാഹുൽ തന്നെ വോട്ടർമാരോട് ചോദിച്ചു, ഏത് തിരഞ്ഞെടുക്കണം, ഏതൊഴിയണം? ഏതൊഴിഞ്ഞാലും അത് സങ്കടകരമാണ്, പക്ഷേ രണ്ടും താൻ സൂക്ഷിക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സാങ്കേതികമായി അതിന് കഴിയില്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധ 2 മണ്ഡലത്തിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വയനാടിന് അത് മതിയോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുമ്പോൾ പകരം ആരാണ് വരിക എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. അതേസമയം രാഹുൽ വയനാട് ഒഴിയും എന്ന സൂചന നൽകിയത് KPCC പ്രസിഡന്റ് സുധാകരനാണ്. അങ്ങനെ വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുന്നതിന് K. സുധാകരൻ പറഞ്ഞ വിശദീകരണം, രാഹുൽ ഇന്ത്യയാണ് നയിക്കേണ്ടത്, ഇന്ത്യയെ നയിക്കാൻ വയനാട്ടിൽ നിൽക്കാൻ കഴിയില്ല. ഈ തോന്നൽ എന്തുകൊണ്ട് കോൺഗ്രസിന് ആദ്യമേ ഉണ്ടായില്ല എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. നമുക്കിപ്പം അതിഥികളായി കോൺഗ്രസിൽ നിന്നും ശ്രീ KP നൌഷാദ് അലി, CPM-ൽ നിന്നും ശ്രീ പ്രേംകുമാർ, BJP-യിൽ നിന്നും സന്ദീപ് വാര്യർ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ സന്ദീപ് വാര്യരിലേക്ക്. ശ്രീ സന്ദീപ് വാര്യർ, വെരി ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ സുരേഷ് ഗോപിയുടെ സന്ദർശനം
വളരെ വ്യക്തിപരമായ സന്ദർശനമായിട്ടാണ് ഞാനും മനസ്സിലാക്കുന്നത്. അദ്ദേഹം രാവിലെ തളിക്ഷേത്രത്തിൽ 6 മണിക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രതികരിച്ചത് തികച്ചും സ്വകാര്യമായ സന്ദർശനമെന്നാണ്. PVGയുടെ വീട്ടിൽ പോകുന്നു, പിന്നീട് EK നായനാരുടെ വീട്ടിൽ പോകുന്നു. നേരത്തെയും അദ്ദേഹം അവിടെ എത്തി പ്രാതലൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഈ സന്ദർശനങ്ങളൊക്കെ നടത്തുന്നതിനിടയിലും കണ്ണൂർ കൂടി ഇങ്ങി തരണമെന്ന് പറഞ്ഞത് സ്വകാര്യ സന്ദർശനത്തിൻ്റെ ഭാഗമാണോ? അതൊരു സ്വകാര്യതയായി എങ്ങനെ കണക്കാക്കാൻ സാധിക്കും? അപ്പോൾ ഈ സ്വകാര്യ സന്ദർശനങ്ങളെയും രാഷ്ട്രീയത്തെയും അദ്ദേഹം കൂട്ടി എവിടെയെങ്കിലും യോജിപ്പിക്കുന്നുണ്ടോ സന്ദീപ്? ഒരു സംശയം. ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം രാഷ്ട്രീയക്കാരനാവുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ മാധ്യമങ്ങളുമൊക്കെ അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്തൊക്കെ അത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വിട്ടിരുന്നു. ഇന്ന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ സഹധർമ്മിണി ശാരദ ടീച്ചറും അദ്ദേഹവുമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. ചില മാധ്യമങ്ങളിൽ ഞാനത് കണ്ടു. അവർ മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു നേഴ്സ്, ഡോക്ടറോ മറ്റോ അവരോട് പറഞ്ഞ കാര്യം, സുരേഷ് ഗോപി എപ്പോഴും ഇവിടെ വരാറുണ്ട്, ഇവിടെ പാവപ്പെട്ട കുട്ടികൾ, ആരെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ കിടക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട മരുന്നുകൾ, സഹായങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ, രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് എത്രയോ വർഷം മുൻപ് തന്നെ സുരേഷ് ഗോപി അത് ചെയ്തിരുന്നതിന്റെ നേർസാക്ഷിയാണ് താൻ എന്ന് ശാരദ ടീച്ചർ തന്നെ പറഞ്ഞ് നമ്മളൊക്കെ കേട്ടതാണല്ലോ. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് ജനങ്ങളെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. വളരെ എന്താണോ സുരേഷ് ഗോപിയുടെ വിജയം സുരേഷ് ഗോപിയുടെ വ്യക്തി എന്ന നിലയിലുള്ള മൂലധനമാണോ, അതല്ല BJPയുടെ രാഷ്ട്രീയ മൂലധനത്തിന്റെ ഫലമാണോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ഒരു നിമിഷം സന്ദീപ്, എന്തോ പ്രേംകുമാർ പറയുന്നു. പ്രേംകുമാർ ഊഴമല്ല, പക്ഷെ പ്രേംകുമാർ മറ്റെന്തോ ആണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് പ്രേംകുമാർ പറയാനുള്ളത്? അല്ല, യെസ്, എന്റെ പേരിന്റെ താഴെ CPIM എന്നാണ് എഴുതിയിരിക്കുന്നത്. അയ്യോ, അല്ലല്ല, സഹയാത്രികൻ, ഇടത് സഹയാത്രികൻ എന്ന് മാറ്റണം പ്ലീസ്. ഇവിടെ മാറ്റും പ്രേംകുമാർ. താങ്ക് യു, ഓർമ്മപ്പെടുത്തിയതിന് താങ്ക് യു പ്രേംകുമാർ. സന്ദീപിന് തുടരാം. പ്രേംകുമാറിന്റെ പേരിന് ചുവട്ടിൽ CPIM എഴുതിയത് ശരിയല്ല. അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ജനങ്ങൾ അത്രയും CPM-നെയും മുഖ്യമന്ത്രിയെയും അംഗമോ നേതാവോ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. CPM പാർട്ടിയിൽ അങ്ങനെയൊക്കെ ഉണ്ടേ. അല്ല, ലൈറ്റർ നോട്ട് എടുത്താൽ മതി. ഞാൻ പറഞ്ഞത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സമയത്ത് ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം കൂടി തീർച്ചയായിട്ടും പരിഗണിക്കുമല്ലോ. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ പണ്ടൊക്കെ പറയുമല്ലോ, കുറ്റിച്ചൂലിൽ നിർത്തിയാലും ജയിക്കുന്ന സാഹചര്യമാണ് എന്നൊക്കെ ചില സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷെ അതുപോലെയല്ല, ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സമയത്ത് ആ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായിട്ടുള്ള മികവ് കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നിർത്തുന്നത്. സ്വന്തമായി വോട്ട് പിടിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികൾ അവരോടൊപ്പം പാർട്ടിയുടെ സംഘടനാ മികവ് കൂടി ചേരുന്ന സമയത്താണ് അതിനെ വിജയത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയുന്നത്. സുരേഷ് ഗോപി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ടല്ലോ. പാർട്ടിയുടെ സംഘടനാ മിഷനറി കഴിഞ്ഞ കുറെ കാലമായി നടത്തിയിട്ടുള്ള ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുടെ ഫലം തന്നെയാണ് സുരേഷ് ഗോപിയുടെ വലിയ വിജയമായിട്ട് പരിവർത്തിപ്പിക്കപ്പെട്ടത്. അതിലൊരു തർക്കവുമില്ല. അതിനോടൊപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹിയുടെ, കേരളത്തിലെ ജനങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി സ്നേഹിക്കുന്ന വലിയൊരു മനുഷ്യസ്നേഹിയുടെ സാന്നിധ്യം അത് തീർച്ചയായും ഒരു വാല്യൂ ആഡഡ് ആണ്. BJPയുടെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഒരു വാല്യൂ ആഡഡ് ആണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ എനിക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പുതിയ ശൈലി BJP ഒരു തന്ത്രമായി സ്വീകരിച്ചു തുടങ്ങിയോ എന്നുള്ളതാണ്. ഒരു മണ്ഡലത്തിൽ കുറേ കാലമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് രാജഗോപാലിന്റെ കാലത്തുണ്ടായിരുന്ന ശൈലിയാണ്. പക്ഷേ രാജഗോപാലിന്റെ ശൈലി കുമ്മനത്തിന് പിന്തുടരാൻ കഴിഞ്ഞില്ല, മറ്റുള്ള ചില നേതാക്കൾക്കും പിന്തുടരാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ടായി. രാജഗോപാലിന് രാഷ്ട്രീയാതീതമായി കിട്ടിയ സൗഹൃദങ്ങളും ബന്ധങ്ങളുമുണ്ട്. സമാനമായ രീതിയിൽ സുരേഷ് ഗോപി അത് ആവർത്തിക്കുന്നു. അപ്പോൾ ഇത് രാജഗോപാലിലൂടെ തുടങ്ങി സുരേഷ് ഗോപിയിലൂടെ തുടരുന്ന ഒരു ശൈലിയാണ്. ഇതിനെ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും കേരളത്തിലെ BJP എല്ലാ മണ്ഡലങ്ങളിലും ഉപയോഗിക്കാൻ പോകുന്ന ഒരു SG ശൈലിയാണോ, ഒരു രാജഗോപാൽ തന്ത്രം കൂടിയാണോ ഇത്?
നോക്കൂ, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന ശൈലി ഉണ്ടാവും. നമുക്ക് എൻ്റെ ശൈലി ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. ചില ആളുകൾ തുടർച്ചയായിട്ട് മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ടാവാം, ചിലർ സംസ്ഥാനം മുഴുവനും രാജ്യം മുഴുവനും യാത്ര ചെയ്യുന്നവരുണ്ടാവാം, ചിലർ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പ്രതികരിക്കുന്നവരുണ്ടാവാം, ചിലർ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘടനാപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് സാമൂഹ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നവർ ഒരു മികച്ച രാഷ്ട്രീയക്കാരനല്ല എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ഒട്ടേറെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ഒരുപക്ഷെ ലൈം ലൈറ്റിൽ വരാൻ സാധിക്കാത്തവർ, പിന്നണിയിൽ നിന്നുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി സംഘടനയെ ചലിപ്പിക്കുന്നവർ, അങ്ങനെ വളരെ മികച്ച രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവാം. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം പല വിധത്തിലുള്ള ആളുകളെ ആവശ്യമുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ആവശ്യമുണ്ട്, പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെ ആവശ്യമുണ്ട്, സംഘടനാ മിഷനറി ചലിപ്പിക്കുന്നവരെ ആവശ്യമുണ്ട്. ആ രീതിയിൽ നമുക്കതിനെ കാണാൻ സാധിക്കുള്ളൂ. ഓരോരുത്തരെയും ശൈലി വ്യത്യസ്തമായിരിക്കും. സുരേഷ് ഗോപിയുടെ ശൈലി അദ്ദേഹത്തിന്റെ ശൈലിയാണ്. അത് അദ്ദേഹത്തിന്റെ സിനിമാ അഭിനയത്തിലും അദ്ദേഹത്തിന് വ്യത്യസ്തമായ ശൈലിയുണ്ട്. അദ്ദേഹത്തിന്റെ അനുകരിക്കാവുന്നൊരു മാതൃകയായി സന്ദീപ് വാര്യർ കണക്കാക്കുന്നില്ല നമുക്ക് കാണാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് എല്ലാ വ്യക്തികളുടെയും നല്ല അംശങ്ങൾ സ്വീകരിക്കുകയും അതിനെ അനുകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളായാലും അത്തരം തലമുതിർന്ന നേതാക്കന്മാര് അവരെ അനുകരിക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് അരാഷ്ട്രീയമായിട്ട് അവതരിക്കുകയും എന്നാൽ രാഷ്ട്രീയമായി പിന്നീട് സ്വയം അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി സുരേഷ് ഗോപി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യത്തിനാണ് ഞാൻ സന്ദീപിൽ നിന്ന് മറുപടി തേടാൻ ശ്രമിച്ചത്. ഞാനതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ സന്ദീപിലേക്ക് വരാം. ഇന്നിപ്പോൾ ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു, ശ്രീ കെ പി നൗഷാദ് അലി. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് നോക്കൂ, കേരളത്തിൽ BJPക്ക് വളർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ UDFന്റെ വോട്ടുകൾ കൊണ്ടുകൂടി വളർച്ചയുണ്ടായിട്ടുണ്ട് എന്ന് ഇന്നലെ തൃശ്ശൂരിൻ്റെ കണക്കുകൾ വെച്ച് മുഖ്യമന്ത്രി സമർത്ഥിച്ചു. ഇന്നിപ്പോൾ ആറ്റിങ്ങലിൻ്റെ കണക്കുകൾ കൂടി മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കേട്ടു. വർക്കലയിൽ 48,000 വോട്ടുണ്ടായിരുന്നത് 39,000 വോട്ടായിട്ട് കുറയുന്നു. ആറ്റിങ്ങലിൽ 50,000 വോട്ടുണ്ടായിരുന്നത് 46,000 വോട്ടായിട്ട് കുറയുന്നു. ചിറയൻകീഴിൽ 56,000 എന്നത് 44,000 കുറയുന്നു. കുറവാണോ കൂടുതൽ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ തന്ത്രങ്ങളെല്ലാം BJP പയറ്റുമ്പോൾ അതിന് ഇരയായി തീരുന്നത്, അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് UDFന്റെ കോട്ടകളെയാണ്. സുരേഷ് ഗോപി തീർക്കുന്ന ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ കവചം തൃശ്ശൂരിൽ കോൺഗ്രസിനെയാണ് ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇപ്പോൾ കണ്ണൂർ കൂടി ഇങ്ങ് തരണം എന്നാണ് പറയുന്നത്. അവിടേക്ക് സുരേഷ് ഗോപി എത്തുന്നത് ഒരു അരാഷ്ട്രീയ വ്യക്തിയായി, രാഷ്ട്രീയാതീതമായ വ്യക്തിപ്രഭാവമുള്ള വ്യക്തിയായിട്ടാണ്. ഈ ശൈലി കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിൽ ഇടിവുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ കെ കരുണാകരൻ ഒരു കാലത്ത് സ്വീകരിച്ചിരുന്ന ഒരു തന്ത്രമുണ്ടല്ലോ, അതിപ്പോൾ ഈ സുരേഷ് ഗോപി പയറ്റുകയാണോ എന്നതാണ് ചോദ്യം. നിങ്ങൾ ഈ കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനോടൊക്കെ സുരേഷ് ഗോപിയെ താരതമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് എത്രമാത്രം വലിയൊരു സാഹസമാണ് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു അഭിപ്രായം, ഒരു സിനിമാ പാട്ട് പോലെ കുംഭമാസ നിലാവും കുമാരിമാരുടെ മനസ്സും എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതമൊക്കെ കാണുമ്പോൾ തോന്നുക. അപ്പോൾ BJPക്കാർ പറയും അദ്ദേഹം സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല എന്ന്. എന്നാൽ ഗൗരവമേറിയ രാഷ്ട്രീയമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്ന തരത്തിൽ ആവശ്യമുള്ള നേരത്ത് അവർ നെറേറ്റീവുകൾ പറയുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ഒരു ചിത്രം ഒന്ന് പരിശോധിച്ചാൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ പറഞ്ഞത് ഞാൻ തമിഴ്നാടിനെയും കേരളത്തെയും പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ ഉണ്ടാവുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ടാണ് അതിനെ സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ക്യാബിനറ്റ് ബർത്തോടുകൂടി മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന ഈ രണ്ട് ഭൂവിഭാഗങ്ങളെയും പ്രതിനിധീകരിച്ച് തൻ്റെ ഒരു അവകാശവാദത്തെ അദ്ദേഹം പ്ലേസ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞയുടെ പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നത് എന്നെ ഒഴിവാക്കിത്തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സിനിമയിലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്നൊക്കെ നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്ത തരത്തിൽ അപക്വമായിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വൈകുന്നേരമായതോടുകൂടി അത് പത്രമാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് വീണ്ടും പറഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം മന്ത്രാലയത്തിലൊക്കെ പോകുന്നു. പിന്നീട് അദ്ദേഹം ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഇങ്ങനെയുള്ള ഡ്രമാറ്റിക് ഡയലോഗുകളും പതിവ് പോലെയുള്ള തൻ്റെ നാടകീയതയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. പത്രങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ക്ലൂസീവിനൊക്കെ അത്
ഉപകരിക്കും എന്നതിലുള്ളതിൻ്റെ അപ്പുറത്ത് നിരന്തരം ഇത് ആവർത്തിക്കുമ്പോൾ അത് ചിലവാവുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു തവണ 2 തവണയൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു പിന്നെ ചർച്ച കിട്ടും, അതിനൊരു പ്രചാര സാധ്യതകളൊക്കെ അതിൻ്റെ മേൽ വന്ന് വീഴും എന്നതിൻ്റെ അപ്പുറത്ത് അത് നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ അത് മറ്റൊരു ഗണത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുകയുള്ളൂ. പക്ഷേ KP നൗഷാദിനെ നോക്കൂ, 2019 ഇതേ സുരേഷ് ഗോപി ഇതേ നാടകീയതയുമായി വന്ന് തൃശ്ശൂർ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞത് ട്രോൾ ചെയ്തു എല്ലാവരും. പക്ഷേ ട്രോൾ ചെയ്ത് സുരേഷ് ഗോപിയെ പതുക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് ഇഷ്ടപ്പെട്ടതിൽ കൂടുതൽ ആളുകളും കോൺഗ്രസിൻ്റെതാണ് എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന നരേറ്റീവ്. അത് സുരേഷ് ഗോപി മാത്രമല്ല, അങ്ങനെ പറഞ്ഞ് വി മുരളീധരനെയും ആറ്റിങ്ങൽ ഇഷ്ടപ്പെട്ടു, പറഞ്ഞ് ശോഭാ സുരേന്ദ്രനെ ഇഷ്ടപ്പെട്ടു, പറഞ്ഞ് ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വെറുപ്പിൻ്റെ ഏറ്റവും ഒടുവിൽ ഇവരെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നരേറ്റീവ്. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞ നെഗറ്റീവിനോട് എനിക്കൊരു ചെറിയൊരു മറുപടി പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ ഈ വെറുപ്പിനൊടുവിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് BJPയെ ചേർത്ത് പിടിച്ച ഒരു ഇടമാണ് മഞ്ചേശ്വരം. 1987 KG മാരാർ ചെറുക്കളം അബ്ദുള്ളയോട് പരാജയപ്പെടുന്നത് 1000 ചില്ലാനം വോട്ടുകൾക്ക് മാത്രമാണ്. ആ മഞ്ചേശ്വരത്ത് BJPയുടെ വോട്ടുകൾ ആയിരക്കണക്കിന് 10,000-ന്റെ മുകളിൽ വോട്ടുകൾ താഴുകയും UDFന് അവിടെ വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഇനി CPMൻ്റെ എല്ലാ കാലത്തെയും ശക്തി കേന്ദ്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ കല്യാശ്ശേരിയും പയ്യന്നൂരൊക്കെ വരും. അവിടെയൊക്കെ BJP വോട്ടുകൾ ഇരട്ടിയാക്കിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതും മഞ്ചേശ്വരത്തു നിന്നുള്ള കന്നഡ ഭാഷ, തുളു ഭാഷയൊക്കെ സംസാരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കാസർഗോഡ് മത്സരിച്ചത്. ഈ കല്യാശ്ശേരിയും പയ്യന്നൂരും ഒക്കെ കന്നഡക്കും തുളുവിനും ഒന്നും വലിയൊരു ആധിക്യമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. മലയാള ഭാഷ വളരെ കൃത്യമായിട്ട് പറയാൻ പോലും അറിയാത്തൊരു സ്ഥാനാർത്ഥിക്കാണ് ഇത്തരത്തിൽ അവിടെ വോട്ട് ഇരട്ടിച്ചത്. അപ്പോൾ ഇതിന്റെയൊക്കെ സാങ്കത്യം എന്താണ്? അപ്പോൾ വോട്ടിന്റെ കണക്കൊക്കെ മണ്ഡലങ്ങൾ തിരിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പിൽ ലീഡ് ചെയ്യുന്നു, തലശ്ശേരിയിൽ ലീഡ് ചെയ്യുന്നു, കൂത്തുപറമ്പ് ലീഡ് ചെയ്യുന്നു, ബേപ്പൂരിൽ ലീഡ് ചെയ്യുന്നു, കോങ്ങാട് ലീഡ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള നെഗറ്റീവിൽ അർത്ഥമില്ല. പിന്നെ സന്ദീപിന്റെ ഒബ്ജക്ഷൻ എന്താണ് സന്ദീപ്? അല്ലല്ലോ, സീരിയസ് ഒബ്ജക്ഷൻ ഉണ്ട്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റേഷ്യൽ കമന്റ് ചെയ്തത്. കാസർഗോഡുകാരുടെ മലയാള ഭാഷയെ കുറിച്ചാണ് അദ്ദേഹം കമന്റ് ചെയ്തിട്ടുള്ളത്. അത് കാസർഗോഡുകാർക്ക് മുഴുവൻ അപമാനം. കാസർഗോഡുകാരെ കുറിച്ചല്ല, സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് പറഞ്ഞതാണ് ഞാൻ വിചാരിക്കുന്നത്. കാസർഗോഡ് മലയാളം കൃത്യമായി നന്നായി സംസാരിക്കാൻ അറിയാത്തൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. KP നൗഷാദ് ഉപയോഗിച്ചത് കാസർഗോഡുകാരെ അല്ല. അങ്ങനെയല്ലേ നൗഷാദ് അലി? അല്ല, അരുൺ അല്ല, ഇവിടെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്ത് യാതൊരുവിധ ആയുധങ്ങളും ഇല്ലാതെ അദ്ദേഹം വഴി തെരഞ്ഞു പോവാണ്. ഞാൻ പറഞ്ഞത് കാസർഗോഡിനെ അല്ല എങ്ങനെ ഒരു സെക്കൻഡ് നിങ്ങൾ പറഞ്ഞ ശരിയല്ല. അല്ല, മനസ്സിലായി സന്ദീപിന്റെ ഊഴത്തിലേക്ക് വരാം. നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാം. സന്ദീപ്, ഒരു 30 സെക്കൻഡ് ഞാൻ അവസാനിപ്പിക്കാം. ഓ ശരി. 30 സെക്കൻഡ്സ് ഈ ചർച്ചയിൽ എല്ലാവർക്കും കിട്ടും. 30 സെക്കൻഡ്സ് എപ്പോ വേണമെങ്കിലും റേസ് ചെയ്യാം. 30 സെക്കൻഡ്സേ കിട്ടൂ. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിജയിച്ച സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരു പീരീഡ് വഴിക്ക് സമയത്ത് വരെ വ്യക്തിപരമായ വിമർശനങ്ങളിലേക്ക് ആരും പോകാറില്ല. ഇവിടെ ഇദ്ദേഹം 2 സ്ഥാനാർത്ഥികളെ, സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ അശ്വിനിയെയും പേരെടുത്തുകൊണ്ട് ഈ 2 പേരെയും പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ സംസാരിച്ചത്. ഇത് വളരെ മോശമാണ്. ജനാധിപത്യത്തിൽ ശരിയല്ല. എനിക്ക് പ്രേംകുമാറിലേക്ക് കൂടി പോകണം. KP നൗഷാദ് അലി പറഞ്ഞു വന്നത് അതെ ഇനി അരുൺകുമാർ, ഞാനൊരു കാര്യം പറയാം. അരുൺകുമാർ, ഈ കാസർഗോഡ് താലൂക്കിനൊരു പ്രത്യേക ചരിത്രമുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം ഇത് അവിഭക്ത മദിരാശി സംസ്ഥാനത്തെ മലബാർ ജില്ലയിലെ ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായിരുന്നു കാസർഗോഡ് താലൂക്ക്. ഈ ഹോസ്ദുർഗ് തൊട്ട് തെക്കോട്ടുള്ള ഇടങ്ങളാണ് മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നത്. 956 ഈ പറഞ്ഞ കാസർഗോഡ് താലൂക്ക് ദക്ഷിണ കന്നഡ മംഗലാപുരത്ത് നിന്ന് എടുത്ത് പുതിയ ജില്ലയായ കണ്ണൂരിലേക്കും പുതിയ സംസ്ഥാനമായ കേരളത്തിലേക്കും മാറിയത്. അതുകൊണ്ട് തന്നെ ഭാഷാപരമായ വലിയ അന്തരങ്ങളും പരിമിതികളും ഉണ്ട്.
അല്ല അര മിനിറ്റ് കൊണ്ട് തീർന്നു. അങ്ങനെയുള്ള കന്നഡയും തുളുവൊക്കെ സംസാരിക്കുന്നയാൾ മലയാളം ഒരു പരിമിതിയാണ്. ആ ഭാഷാപരമായ പരിമിതികൾ നിലനിൽക്കെ തന്നെ അതിനെ മറികടന്നുകൊണ്ട് ഇരട്ടി വോട്ടുകൾ കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും ഈ പറഞ്ഞ അശ്വിനി എന്ന സ്ഥാനാർത്ഥി നേടുകയും അവരുടെ സ്വന്തം ഇടമായ മഞ്ചേശ്വരത്ത് അവർ പിറകോട്ട് രാഷ്ട്രീയം പറയുമ്പോൾ അതിന് ഏതോ ദിശയിലൂടെയൊക്കെ വളച്ചു കെട്ടുന്ന കാര്യങ്ങൾ എന്ത് കാര്യമുണ്ട് അതൊക്കെ. അപ്പൊ ഇതൊക്കെ ഈ കയ്യില് ആശയപരമായ ദൗർലഭ്യമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒളിഞ്ഞു നോക്കി വല്ലതൊക്കെ കിട്ടുമോ. ആ വാദം എനിക്ക് മനസ്സിലായി. ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വന്നാൽ, പ്രേംകുമാർ നോക്കൂ, ഇവിടെ അരാഷ്ട്രീയ വ്യക്തിയായി അവതരിക്കുകയും പിന്നീട് രാഷ്ട്രീയമായിട്ടുള്ള ക്ലെയിമുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി, ആ നിലയിൽ സുരേഷ് ഗോപി വിലയിരുത്താൻ സാധിക്കുമോ? ഇപ്പോൾ താൻ കൂടുതൽ ചാരിറ്റി ചെയ്തിരിക്കുന്ന ഒരാളാണ്, പക്ഷേ പലപ്പോഴും എൻ്റെ അടുത്ത് തന്നെ സുരേഷ് ഗോപി പല കാര്യങ്ങളും പുറത്തു പറയരുത് എന്ന് പറഞ്ഞ് വന്ദേ ഭാരതിൻ്റെ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നീട് സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്നത് ഈ ചാരിറ്റി ചെയ്യുന്നതടക്കം പിന്നീട് ഒരു PR വർക്കിൻ്റെ ഭാഗമായി മാറുന്നു എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ടുള്ളൊരു മൂലധനമായി സുരേഷ് ഗോപി ഉപയോഗിക്കുകയാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് വ്യക്തിപ്രഭാവത്തിനും അപ്പുറത്ത് ഒരു നന്മയുള്ള മനുഷ്യൻ എന്ന രീതിയിൽ ഇപ്പോൾ ടി പത്മനാഭൻ പറയുന്നത് പോലെ, ഒപ്പം പറയുന്നത് ആരാണ്? ടീച്ചറാണ്, ശാരദ ടീച്ചറാണ് പറയുന്നത് EK നായരുടെ ധർമ്മപത്നിയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയാതീതമായ വ്യക്തിത്വത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്നു. ഒപ്പം താൻ തന്നെ ചെയ്തിരിക്കുന്ന ചാരിറ്റി ആക്ടിവിറ്റീസും താൻ തന്നെ ചെയ്തിരിക്കുന്ന സഹജീവികളോടുള്ള കരുണയും ഒരു രാഷ്ട്രീയ മൂലധനമായി സമൂഹത്തിൽ ഉപയോഗിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ തന്ത്രം യഥാർത്ഥത്തിൽ BJP രാഷ്ട്രീയാതീതമായ ഇടങ്ങളിലേക്ക്, BJPയുടെ സംഘപരിവാർ ഇതര രാഷ്ട്രീയത്തിലേക്ക്, രാഷ്ട്രീയ മണ്ണിലേക്ക് വേരുപിടിക്കാനുള്ള തന്ത്രമാണോ? അത് ഗുണകരമാകുമോ? എന്താണ് താങ്കളുടെ നിരീക്ഷണം? അരുണ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം വളരെ പ്രധാനമാണ്, വളരെ അപകടകരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏത് രാജ്യത്തിൻ്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രത്തിലും ഒരുപക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമൊക്കെ വരുന്ന സമയത്താണ് അരുണൊക്കെ പഠിപ്പിക്കുന്ന ഈ പൊളിറ്റിക്സ് ആസ് സച്ച്, രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള സംഗതി ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിനു മുന്നേ മനുഷ്യന്മാർക്ക് ശീലമുള്ള ഒരു സംഗതി അല്ല രാഷ്ട്രീയം എന്നുള്ളത്. അല്ലെങ്കിൽ സമൂഹത്തിനെ ചില പ്രത്യേക ഐഡിയോളജികളുടെ പെർസ്പെക്റ്റീവിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത് സാധാരണ ഇടതുപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് കക്ഷികളൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, നിരന്തര സമരത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. അപ്പോൾ അതിനകത്ത് വളരെ എളുപ്പമാണ് ആളുകളെ രാഷ്ട്രീയത്തിനെതിരെ, കാരണം നമ്മുടെ സബ് കോൺഷ്യസിലുള്ള ശീലം അതാണ്, രാഷ്ട്രീയമല്ലാത്ത സാധനത്തിലേക്ക് കൊണ്ടുപോവുക, വിശ്വാസത്തിലേക്കും. ഞാൻ ദൈവമാണ് എന്ന് പറയുമ്പോൾ അതിനോടാണ് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഞാൻ മുഖ്യമന്ത്രിയാണെന്നോ പ്രധാനമന്ത്രിയാണെന്നോ പറയുന്നതിനേക്കാളും എളുപ്പം ദൈവമാണെന്ന് പറയാന്നുള്ളതാണ്. അതുകൊണ്ട് ലോകത്തെ എല്ലായിടത്തും തീവ്ര വലതുപക്ഷ ആശയങ്ങൾ ആളുകളിലേക്ക് പ്രചരിക്കുന്നത്, ആളുകളെ കുപ്പിയിലാക്കുന്നത് ആദ്യം രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞിട്ടാണ്, അഥവാ ഞാൻ രാഷ്ട്രീയത്തിന് അതീതനാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ്. പക്ഷേ ഈ പറയുന്ന ആളുകൾക്ക് വളരെ കൃത്യമായ വലതുപക്ഷ രാഷ്ട്രീയം ഉണ്ടാവും. അത് തിരിച്ചറിയാനും ജനങ്ങളെ അറിയിക്കാനും ചെയ്യുന്ന ആ പ്രോസസ്സിനകത്ത് ഇടതുപക്ഷ പാർട്ടികളോ കോൺഗ്രസോ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രശ്നം. സുരേഷ് ഗോപിയുടെ കേസിലും ഇപ്പോൾ ഈ വന്ന റിസൾട്ടിൽ, കേരളത്തിൻ്റെ കേസിൽ ഞാൻ ഏറ്റവും കൺസേൺഡ് ആയിരിക്കുന്നത്, ഏറ്റവും ഭയത്തോടെ ഞാൻ കാണുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതിനോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ BJPക്ക് കിട്ടിയിട്ടുള്ള, സംഘപരിവാറിന് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയർ തന്നെയാണ്. തൃശ്ശൂരിൽ കയറിയ വെള്ളം ഒരുപക്ഷെ അടുത്ത ഇലക്ഷൻ ഇറങ്ങിപ്പോയേക്കാം. പക്ഷെ കേരളത്തിൽ മൊത്തം ഉണ്ടായി വരുന്ന ഒരു സംഗതിയുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ സുരേഷ് ഗോപി ആയിരുന്നാലും രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നാലും അരുൺ ഇപ്പൊ പറഞ്ഞതുപോലുള്ള പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആണ്. ഇവരെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ തൽക്കാലം ഉണ്ടാകുന്ന ഒരു ആശ്വാസം, നൗഷാദ് അലി പറഞ്ഞതുപോലെ ഇവർ കൃത്യമായ പൊളിറ്റിക്സ് അല്ല പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഇവരിങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് കാണുന്നുണ്ട്. സുരേഷ് ഗോപി 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിപദത്തെ പറ്റി 4-5 പ്രസ്താവനകളാണ്. ഞാൻ മന്ത്രിയാവും, ഇല്ല എനിക്ക് സിനിമ ചെയ്യണം, ഞാൻ ചിലപ്പോൾ രാജിവെക്കില്ല, എന്നെ റിലീവ് ചെയ്യും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്നെ റിലീവ് ചെയ്യും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ റെസ്പോൺസസ് നോക്കൂ നിങ്ങൾ. മോദിയുടെ സത്യപ്രതിജ്ഞ അവിടെ നടക്കുന്ന സമയത്ത് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു 18 വർഷം നീണ്ട പബ്ലിക് ലൈഫ് അവസാനിപ്പിക്കുന്നു എന്ന്. അതിനുശേഷം അദ്ദേഹം തന്നെ പറയുന്നു എൻ്റെ ഓഫീസിലുള്ള ഒരു ജൂനിയർ ഇന്റേൺ ചെയ്തതാണ്, അത് പിൻവലിക്കുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും പൊളിറ്റിക്കൽ ഫിഗേഴ്സിന്. പക്ഷേ അത് കറക്റ്റ് ചെയ്യാൻ ഇവരുടെ പിറകിൽ, ഇപ്പോൾ സുരേഷ് ഗോപിയുടെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും കേസിലാണെങ്കിൽ അവരുടെ പിറകിൽ BJPയുടെയും അതിനേക്കാൾ ശക്തമായിട്ട് RSSന്റെയും കൃത്യമായൊരു ഇന്റലക്ച്വൽ ബാക്ക് ഡ്രോപ്പ് ഉണ്ടാവും. ഇതിനെ കൃത്യമായിട്ട് കാണാനും തിരിച്ചറിയാനും ഇടത് കക്ഷികൾ, കേരളത്തിലാണെങ്കിൽ UDFന്റെയും LDFന്റെയും അല്ലെങ്കിൽ കോൺഗ്രസിനും CPMനും
പറ്റിയിട്ട് അതിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ വളരെ അപകടകരം അല്ല, ഒരു നിമിഷം നോക്കൂ. ഈ യഥാർത്ഥത്തിൽ കേരളത്തിൽ BJP നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ശ്രീ പ്രേംകുമാർ, BJPക്ക് മുന്നിലേക്ക് വയ്ക്കാൻ പൊതുസമ്മതനായ ഒരു മുഖമില്ലായിരുന്നു എന്നുള്ളതാണ്. അവർ ആ മുഖത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു. അതിലാണ് മെട്രോമാൻ ഇ ശ്രീധരനെ കൊണ്ടുവരുന്നത്, സെൻകുമാറിനെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നത്, ജേക്കബ് തോമസ് അഴിമതി വിരുദ്ധനായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നത്, അൽഫോൺസ് കണ്ണന്താനത്തെ മറുകണ്ഠം ചാടിക്കുന്നത്. പക്ഷേ അവരെല്ലാവരും ആ പാളയത്തിൽ പോയി ദയനീയമായി പരാജയപ്പെടുമ്പോൾ മറുഭാഗത്ത് സുരേഷ് ഗോപി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം നേരത്തെ ഉണ്ടായിരുന്നവർ ഉയർത്തിയിരുന്ന രാഷ്ട്രീയത്തിന് വ്യത്യസ്തമാണ്. അവർ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് കീഴ്പ്പെട്ടാണ് പ്രവർത്തിച്ചതെങ്കിൽ ഇവിടെ സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തിന് കീഴ്പ്പെട്ടല്ല എന്നുള്ളത് ചുരുങ്ങിയ പക്ഷം 1-2 സാഹചര്യങ്ങൾ കൊണ്ടെങ്കിലും നമുക്ക് ബോധ്യമാവും. അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും അകന്ന് തൻ്റെതായ ഒരു ശൈലി വെട്ടിത്തുറന്ന് ആ തൻ്റെതായ സിനിമയിലെയും ഒപ്പം സാമൂഹിക സേവനം നടത്തുന്ന വ്യക്തിയിൽ നിന്നുമുള്ള പ്രതിച്ഛായ സൃഷ്ടിച്ച് സുരേഷ് ഗോപി ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇമേജ് ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും V മുരളീധരനും ഇപ്പോൾ ഒരുപക്ഷെ പാലക്കാട് മത്സരിക്കാൻ സാധ്യതയുള്ള ഈ സന്ദീപ് വാര്യനും അനുകരിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. അല്ല, അനുകരിക്കാൻ പറ്റുമെന്നുള്ള സ്വാഭാവികമായിട്ടും ഇപ്പം 92 വർഷം കൊണ്ടാണ്, കണക്ക് ശരിയാണെങ്കിൽ RSS സ്ഥാപിച്ചിട്ട് 92ാമത്തെ വർഷമാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഏറ്റവും പ്രബലനായ. അതുവരെ മുന്നേ BJP പ്രധാനമന്ത്രി വാജ്പേയി പ്രധാനമന്ത്രി ആയിട്ടുണ്ടെങ്കിലും അതായത് RSSൽ നിന്ന് മോദിയിലേക്ക് എത്താൻ വേണ്ടി 92 വർഷം എടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉണ്ടായിരുന്ന പ്രദേശം കണ്ണൂരും അല്ലെ കേരളമായിട്ട് പോലും ഇത്ര കാലവും സംഘപരിവാറിനെയും BJPയെയും ഒരു കൈ അകലത്ത് നിർത്താൻ മലയാളിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അരുൺ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ പല 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 പരീക്ഷണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. CPMൽ നിന്ന് ആളുകൾ എടുത്തിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്ന് ആളുകൾ എടുത്തിട്ടുണ്ട്, ഭയങ്കര പ്യുവർ എന്താ പറയുക ബ്യൂറോക്രാറ്റിക് ഇമേജുള്ള ആളുകൾ എടുത്തിട്ടുണ്ട്. അതൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സുരേഷ് ഗോപിയുടെ കേസിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു കൃത്യമായ ഒരു മിക്സാണ്. ഒരേ സമയം അരാഷ്ട്രീയവാദം, ഒരേ സമയം നല്ല മനുഷ്യൻ എന്നുള്ള ഇമേജ്, ഒരേ സമയം ഒരു താരമൂല്യം, അതേ സമയം അതിൻ്റെ എല്ലാത്തിനെയും മുകളിൽ നിൽക്കുന്ന കൃത്യമായ സവർണ അജണ്ടയും. അടുത്ത ജന്മത്തിൽ ഞാൻ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറയുകയും ഇന്ന് കോഴിക്കോട് തളി അമ്പലത്തിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നെ ദൈവമായി കണ്ടു എന്നാണ്. ഇത് തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദിയായിരുന്നു. ഞാൻ ബയോളജിക്കൽ ബർത്ത് അല്ല, ഞാനൊരു ദൈവമാണെന്നുള്ളത്. പണ്ട് ഫ്രാൻസിലുള്ള ഏതോ ആളാണ് പറഞ്ഞത് ഐ ആം ദ ഗോഡ് എന്നുള്ളത്. അപ്പം ഒരേ സമയം വളരെ കൃത്യമായ വളരെ പിന്തിരിപ്പനായ വലത് രാഷ്ട്രീയം പറയുകയും അതേസമയം നന്മയുടെയും എന്താ പറയുക നല്ല നല്ല പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള വളരെ അപകടകരമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. ഈ കോമ്പിനേഷനെ നേരിടാൻ ഞാൻ പറയുന്നത് UDF ആയിരുന്നാലും LDF ആയിരുന്നാലും CPM ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ഒരു മുഖ്യ ഒറ്റ ശത്രു എന്ന് തിരിച്ചറിഞ്ഞു വേണം കാണാൻ. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. BJP ജയിച്ചു എന്നുള്ളതാണ് പ്രശ്നം, ഞങ്ങൾക്ക് എന്താ പറയുക 18-19 സീറ്റിൽ ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളതല്ല. ഈ സത്യം ഇനിയെങ്കിലും ഇന്ത്യയിലെ കേരളത്തിലെ മതേതര കക്ഷികൾ ജനാധിപത്യ കക്ഷികൾ തിരിച്ചറിയേണ്ടത്. കാരണം ജനാധിപത്യം എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചതിൽ ഏറ്റവും നല്ല ഒരു ഭരണ സിസ്റ്റം. ശരി പ്രേംകുമാർ, ഞാൻ സന്ദീപ് വാര്യരിലേക്ക് കൂടി വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ സന്ദീപ് വാര്യരിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. ഇടവേളയ്ക്ക് വീക്ഷിക്കുന്നത് നമുക്കൊപ്പം സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ, 3.9% വർധനവ്, 4% എന്ന് നമുക്ക് പറയാം, 19%, ഏകദേശം 20%-ത്തിനടുത്തേക്ക് BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 9 മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ നിങ്ങൾ മുന്നേറ്റമുണ്ടാക്കിയ ഇടങ്ങളിലെല്ലാം നിങ്ങൾ രാഷ്ട്രീയാതീതമായ ബന്ധങ്ങൾ സ്ഥാപിച്ചു എന്നതാണ് ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റായി ഉന്നയിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടി താങ്കൾക്ക് പറയാം. അത് യഥാർത്ഥത്തിൽ BJP സ്വീകരിക്കാൻ പോകുന്ന ഒരു ശൈലിയാണോ? കാരണം ഇപ്പോൾ നോക്കൂ, നിങ്ങൾ കേരളത്തിലെ ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ താല്പര്യപ്രകാരം തന്നെ വന്നിരിക്കുന്നൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രി സ്വാഭാവികമായും ശ്രീ ജോർജ് കുര്യൻ ന്യൂനപക്ഷക്ഷേമം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഒരു ക്രിസ്തീയ വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യമിടുന്നുണ്ട് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ എപ്പൊളിറ്റിക്കലായ അരാഷ്ട്രീയമായ വ്യക്തിത്വത്തെ ഉപയോഗിക്കുക, മറുഭാഗത്ത് വളരെ കൃത്യമായി സാമുദായിക രാഷ്ട്രീയത്തെ തങ്ങൾക്കൊപ്പം നിർത്തുക. BJPയുടെ തന്ത്രം മാറുകയാണോ പുതിയ കാലഘട്ടത്തിൽ? ആഭ്യന്തര ശത്രുക്കൾ എന്നുള്ളതെല്ലാം നമ്മൾ അടച്ചുവെച്ച് പുതിയ മിത്രങ്ങളെ തേടുകയാണോ എന്നതാണ് ചോദ്യം. പ്രിയ സുഹൃത്ത് പ്രേംകുമാറിന്റെ ഒക്കെ ഒരു പ്രശ്നം ഈ എന്തും രാഷ്ട്രീയത്തിൽ ഊന്നിന്നുകൊണ്ട് മാത്രമേ കേരളത്തിൽ സംഭവിക്കാൻ പാടുള്ളൂ എന്നൊരു ഇടതുപക്ഷ ശാഠ്യമാണ് ഉള്ളത്.
പൊതുവെ കേരളത്തിലുള്ള ഇടതുപക്ഷക്കാർക്കും അല്ലെങ്കിൽ ഇടത് മാധ്യമപ്രവർത്തകർക്കും ഒക്കെ അവരുടെ ഒരു തോന്നലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയാണ്, നമ്മൾ പരമ്പരാഗതമായി തുടർന്നു പോകുന്ന രീതിയാണ് മരണ വീട്ടിൽ രാഷ്ട്രീയം, കല്യാണത്തിന് രാഷ്ട്രീയം, പ്രസവ വീട്ടിൽ രാഷ്ട്രീയം, പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ചെവിയിൽ പോയി രാഷ്ട്രീയ മുദ്രാവാക്യം വിളിക്കുക, കല്യാണത്തിന് രക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കുക, പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ഉരുവിടുക, ലോക്കൽ സെക്രട്ടറി മാലെടുത്തു കൊടുക്കുക. ഇതൊക്കെയാണല്ലോ പൊതുവെ കേരളത്തിൽ നടന്നു വന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ തലമുറ മാറിയത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ഇരിക്കുന്നത് കൊച്ചി നഗരത്തിലാണ്. ഇവിടെ പുറത്തിറങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ ഓർമ്മ പോലും പലപ്പോഴും ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം നമ്മുടെ പൊതുവെയുള്ള ജനങ്ങളുടെ ചിന്താഗതി മാറുകയാണ്. പ്രത്യേകിച്ച് യുവതലമുറയുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞു. എല്ലാത്തിലും രാഷ്ട്രീയം, എന്തിലും രാഷ്ട്രീയം വേണം, അരാഷ്ട്രീയത എന്തോ പാപമാണ് എന്ന രീതിയിലുള്ള ഇടതുപക്ഷ നെറേറ്റീവ് ഒന്നിനും ചെലവാകാൻ പോകുന്നില്ല. മറ്റൊന്ന്, മലയാളികളുടെ മസ്തിഷ്കത്തിന്റെ ഈ കുത്തകാവകാശം മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് എന്നൊരു തോന്നൽ പ്രേംകുമാർ അടക്കമുള്ള പല ആളുകൾക്കും ഉണ്ട്, ഇടതുപക്ഷക്കാർക്ക് മുഴുവനുണ്ട്. അതെല്ലാം മാറിക്കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മലയാളിയുടെയും മസ്തിഷ്കത്തിന്റെ കുത്തവകാശം ഇല്ല. അല്ല എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാവരും തുടർച്ചയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു പോയാൽ മതിയല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള 5 വർഷം കൂടുമ്പോൾ അവരെ പ്രതിനിധീകരിക്കേണ്ട ആളുകളെ മാറ്റാനുള്ള ഒരു ഉപാധിയാണ്. അങ്ങനെ അവർ മാറ്റുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ BJPയെ തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഇവിടെയുണ്ട്, അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ BJPക്ക് അനുകൂലമായി കുറെ മലയാളികൾ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് അയ്യോ ഇവിടെ എന്തോ അപകടം സംഭവിക്കുന്നു, ഇവിടെ അരാഷ്ട്രീയത വരുന്നേ എന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. BJPക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ ചെയ്തികളാണ് എന്നുള്ള കാര്യം നിങ്ങൾ രാഷ്ട്രീയതയിൽ പൊതിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയമാണോ BJPയുടേതെന്നാണ് പ്രേംകുമാർ ഉന്നയിച്ചത്. ഞാൻ പറയുന്നത് ഞങ്ങൾ ആധുനിക കാലത്തെ രാഷ്ട്രീയമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇന്നത്തെ കാലത്തെ തലമുറയ്ക്ക് എന്താണോ ആവശ്യം, അവരുടെ ആസ്പിറേഷൻസ്, ആധുനിക കാലത്തെ രാഷ്ട്രീയമാണോ? ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ വന്ന് ലൂർദ് പള്ളിയിൽ പോയി കിരീടം വെച്ചു കൊടുക്കുന്നത് ആധുനികതയുടെ രാഷ്ട്രീയത്തിന്റെ ലക്ഷണമാണോ? തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥി ഈ ദക്ഷിണ കൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നത്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥി ഈ തൃശ്ശൂരിൽ വന്ന് മത്സരിക്കുമ്പോൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പരിസരത്ത് മാത്രം ഇടപെട്ടുകൊണ്ട് പ്രസ്താവന നടത്തുന്നത് അത് ആധുനികമായ രാഷ്ട്രീയത്തിന്റെ ലക്ഷണമല്ലല്ലോ. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച തിരുവനന്തപുരത്ത് നിന്ന് വന്ന സ്ഥാനാർത്ഥി വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ പോയി അവിടേക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കാലത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ സാക്ഷിയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേ ഇറങ്ങാത്ത കാലത്ത് എയ്ഡ്സ് ബാധിച്ച കുട്ടികളെ ചേർത്ത് ഉമ്മ വെച്ചിട്ടുണ്ട്. കേരളത്തിന് മുഴുവൻ മാതൃകയായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ? വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവില്ലേ? പള്ളിയിൽ പോയി വഴിപാട് സമർപ്പിക്കണോ എന്നതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അവകാശമല്ലേ. നമ്മൾ എന്തിനാണ് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങളിൽ ഇങ്ങനെ നമ്മുടെ നമ്മൾ എത്രമാത്രം തിരസ്കരിക്കാൻ ശ്രമിച്ചാലും ഇതെല്ലാം നമ്മളുടെയൊക്കെ മെമ്മറിയിൽ, ഓർമ്മയിൽ കിടക്കുന്ന ഒന്നല്ലേ. ഇതൊക്കെ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായ മൂലധനമായി ഉപയോഗിക്കുകയല്ലേ ചെയ്യുക. അല്ല അരുൺ, ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. ഇവിടുത്തെ അരുൺ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ കുഴപ്പം എന്ന് പറയുന്നത് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ വ്യാപകമായിട്ട് CNN അടക്കമുള്ള അമേരിക്കയിലെ മാധ്യമങ്ങൾ മുഴുവൻ ട്രംപിനെതിരായിട്ട് വലിയ പ്രചരണം നടത്തി. ട്രംപ് തോൽക്കും, ട്രംപ് തോൽക്കാൻ പോവുകയാണ്, ഒരിക്കലും ട്രംപ് അധികാരത്തിൽ വരില്ല എന്ന രീതിയിൽ വലിയ പ്രചരണം നടത്തി. അവസാനം ട്രംപ് തന്നെ ജയിച്ച സമയത്ത് ജനങ്ങളുടെ വിവേചന ശക്തി അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾ വോട്ട് ചെയ്ത് ശരിയല്ല, അവിടെ ജനങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയാൻ തുടങ്ങി. അതുപോലെയാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന അവസ്ഥ. ജനങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, ജനങ്ങൾ ചൂസ് ചെയ്തത് തെറ്റാണ്, ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരി, എന്നിട്ട് അതിനവർ ഓമന പേരിട്ടു സത്യാനന്തരം, പോസ്റ്റ് ട്രൂത്ത് എന്നൊരു ഓമന പേരിട്ടു. അതായത് ജനങ്ങളുടെ ചിന്തിക്കാനുള്ള വിവേചന ശക്തിയുടെ മുഴുവൻ കുത്തവകാശം ഞങ്ങൾക്ക് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഇടത് ബുദ്ധിജീവികൾ, മാധ്യമപ്രവർത്തകർ, അവർക്കാണ് വാസ്തവത്തിൽ കുഴപ്പമുള്ളത്. നിങ്ങൾ പുറത്തിറങ്ങണ്ട, നിങ്ങളെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. മലയാളി യുവാക്കൾ എത്രത്തോളം നിങ്ങൾ പറയുന്ന അരാഷ്ട്രീയത ഞങ്ങൾ കൊണ്ടുവന്നതല്ല. മലയാളി യുവാക്കൾ, നിങ്ങൾ കൊച്ചി നഗരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഇന്നത്തെ മ്യൂസിക്കൽ ചോയ്സ് എന്താ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ആരാണ് ഡാബ്സി എന്നോ ആരാണ് വേടൻ എന്നോ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും MG ശ്രീകുമാറും അല്ലെങ്കിൽ യേശുദാസും ഒക്കെ ആയിരിക്കാം. പക്ഷെ ലോകം മാറിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, BJP മനസ്സിലാക്കുന്നു. BJP ഇന്നത്തെ യുവതലമുറയുടെ ആസ്പിറേഷൻസിനനുസരിച്ചുള്ള പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ ഡെവലപ്മെന്റ് അജണ്ട മുന്നോട്ട് വെക്കുന്നു. ഉദാഹരണത്തിന് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വോട്ടുകൂട്ടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. രാജീവ് ചന്ദ്രശേഖർ വോട്ടുകൂട്ടി, ആറ്റിങ്ങലിൽ V മുരളീധരൻ വോട്ടുകൂട്ടി. രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ മാത്രം ഒരു വ്യത്യാസമുണ്ട്. കാര്യം അവിടെ അദ്ദേഹം പറഞ്ഞത് വികസനത്തിന്റെ, അവിടെ അദ്ദേഹം പറഞ്ഞത് ടെക്നോളജിയുടെ, അദ്ദേഹം കുറച്ച് അധികം കാര്യങ്ങൾ സാങ്കേതികമായി തിരുവനന്തപുരത്തെ പുനർനിർമ്മിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബാക്കിയുള്ള 3 സ്ഥാനാർത്ഥികളും ഈ പുതുതലമുറയുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ആലപ്പുഴയിലുള്ള സ്ഥാനാർത്ഥി എന്താണ് പുതുതലമുറയുടെ അഭിലാഷത്തെ അവർ തൊട്ടുണർത്തിയത്?
തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മുഴുവൻ മോദി സർക്കാർ ചെയ്യാൻ പോകുന്ന ഡെവലപ്മെന്റ് വർക്കുകളും കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആലപ്പുഴയിൽ ബൈപ്പാസ് മാത്രം ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ പോരെ? അത് പുതുതലമുറയുടെ അഭിലാഷമല്ലേ? എത്രയോ കാലമായി ഗതാഗത കുരുക്കിൽ കിടന്ന ആലപ്പുഴയെ ഗതാഗത കുരുക്കിൽ നിന്ന് മോചിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെ അവർ കൊണ്ടുവന്ന ബൈപ്പാസ് അല്ലേ? അത് ഒരു വികസന നേട്ടമല്ലേ? പുതിയ അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് BJP-യുടേതെന്ന് സ്വാഭാവികമായിട്ട് ഒരു പൊളിറ്റിക്കൽ ലൈനാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ KP നൗഷാദ് അലി, ഇതാണ് സന്ദീപ് വാര്യർ പറയുന്നത്. പക്ഷേ സന്ദീപ് വാര്യർ പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ മസ്തിഷ്കത്തിന്റെ അവകാശം കുത്തക തങ്ങൾക്കാണ് എന്ന് ധരിച്ചിരുന്ന ഇടതു ബുദ്ധിജീവികൾക്കും ഒരു പരിധിവരെ കേരളത്തിന്റെ ന്യൂനപക്ഷ വോട്ടുകളുടെ സംരക്ഷകർ തങ്ങളാണെന്ന് കരുതിയിരുന്ന UDF-നും ഏറ്റ തിരിച്ചടിയാണ് ഈ വിധി എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. പരമ്പരാഗതമായ കോട്ടകളെല്ലാം പുതുതലമുറയ്ക്ക് വഴിമാറുമ്പോൾ പുതുതലമുറയ്ക്കൊപ്പം ഓടുന്ന പാർട്ടിയായി BJP സ്വയം പരുവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല എന്നതാണ് സന്ദീപ് വാര്യരുടെ ആർഗ്യുമെന്റ്. അല്ല, ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ BJP ഒരു 3-4 സീറ്റൊക്കെ വിജയിച്ചൊരു പരുവം ആണ് എന്ന് തോന്നുകയാണ് എനിക്കത് കേൾക്കുമ്പോൾ. കേരളത്തിൽ തൃശ്ശൂർ സീറ്റ് BJP ജയിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് BJP രണ്ടാമത് വന്നിട്ടുണ്ട്. അതിലുപരിയായിട്ട് വലിയ ഇത്രയൊക്കെ പറയാൻ മാത്രമുള്ള എന്ത് നേട്ടവും മുന്നേറ്റവും കൈയടക്കവും ഒക്കെയാണ് BJP തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും അവർ വോട്ടിംഗ് ശതമാനം അല്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ചില മേഖലകളിലൊക്കെ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. അതിനെയൊക്കെ രാഷ്ട്രീയമായി ഇടത് വലത് മുന്നണികൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ ഇത്തരത്തിലൊക്കെ എന്തോ വലിയൊരു സിദ്ധാന്തമൊക്കെ ഇവിടെ വളരെ ആസൂത്രിതമായിട്ട് ഇവിടെ പ്ലാൻ ചെയ്ത് അതൊക്കെ വിജയിപ്പിച്ചതിൻ്റെ ഒരു ആഹ്ലാദമൊക്കെ ശ്രീ സന്ദീപ് വാര്യർ പ്രകടിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനതിനകത്ത് ഒറ്റ കാര്യം പറഞ്ഞാൽ എൻ്റെ ഒരു ചിന്ത അരുൺ, ഇവിടെ തമിഴ്നാട്ടിലും കേരളത്തിലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷയില്ലാത്ത വളരെ പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രീയമായിട്ട് ഉള്ള 2 സംസ്ഥാനങ്ങളാണ്. അവിടെ അവരിത്തരത്തിലുള്ള അരാഷ്ട്രീയതയെയും ഇത്തരം കഥാപാത്രങ്ങളെയൊക്കെ അവർ മുന്നോട്ട് വെക്കുമ്പോൾ അവരെന്തുകൊണ്ടത് കർണാടകയിൽ മുന്നോട്ട് വെക്കുന്നില്ല? അവിടെ പ്രായം 81 പിന്നിട്ട യെഡിയൂരപ്പയും മക്കളും തന്നെയാണ് പരമ്പരാഗത രാഷ്ട്രീയ രീതിയിൽ BJPയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് വടക്കോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തനി വർഗീയതയും പോളറൈസേഷൻ അജണ്ടകളും ധ്രുവീകരണവും വലിയ തോതിലുള്ള വിവേചനപരമായ കാര്യങ്ങളൊക്കെ പരസ്യമായി ഉരുവിട്ടുകൊണ്ട് പുതിയ തലമുറയുടെ ചൂണ്ടുവിരലൊക്കെ അറിയാതെ മൂക്കത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ പെരുമാറുന്നൊരു പാർട്ടിയൊക്കെ ഈ കേരളത്തിലെ ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ അതിൻ്റെയൊക്കെ മൊത്തം കുത്തകക്കാരാണെന്നൊക്കെ പറയുമ്പോൾ ഈ പുതിയ തലമുറ തന്നെ അവരെ കൃത്യമായിട്ട് വിലയിരുത്തും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യമാണ്. കർണാടകയുടെ പോയിന്റ് വളരെ പ്രസക്തമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും അരാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ അവതരിപ്പിക്കുന്നു. അണ്ണാമലയെ പോലെയുള്ള ബ്യൂറോക്രാറ്റുകളെ അവതരിപ്പിച്ചുകൊണ്ടും സുരേഷ് ഗോപി പോലെയുള്ള സിനിമാ താരങ്ങളെയും രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ടെക്നോക്രാറ്റുകളെ അവതരിപ്പിച്ചുകൊണ്ടും പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കർണാടകയിൽ അവർക്ക് യെദ്യൂരപ്പയിലേക്കും ഒക്കലിംഗയിലേക്കും പിന്നീട് ലിംഗായത്തിലും ഒക്കെ പോയേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതാണ് സന്ദീപിന് നൽകേണ്ട ചോദ്യത്തിന്റെ മറുപടി. അതായത് കേരളത്തിൽ ഒരു സ്ട്രാറ്റജിയും കർണാടകത്തിൽ മറ്റൊരു സ്ട്രാറ്റജിയും. കർണാടകത്തിലേക്ക് വരുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ജാതി രാഷ്ട്രീയത്തിന്റെയും യെദ്യൂരപ്പ ഫാമിലിയുടെയും രാഷ്ട്രീയം, കേരളത്തിലേക്ക് വരുമ്പോൾ പുതുയുഗത്തിന്റെ രാഷ്ട്രീയം. ഇതെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക എന്നതാണ് ചോദ്യം. സന്ദീപ് മറുപടി പറയാം. അതിനു മുമ്പ് ശ്രീ പ്രേംകുമാർ, ഈ നിലവിൽ സന്ദീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതു ബുദ്ധിജീവികൾക്കുള്ള ഒരു ചിന്താപരമായ വൈകല്യത്തിനേറ്റ തിരിച്ചടി കൂടിയാണോ അത്? ഈ പുതുതലമുറയുടെ ചിന്തകളെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? അതാണ് ഇന്നിപ്പോൾ MV ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. പോരാളി ഷാജി, ചെങ്കോട്ട, തീക്കനൽ, ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളെയൊക്കെ ആ സാമൂഹ്യ മാധ്യമങ്ങളിലെ അഡ്മിൻകാർ പോലും മാറിപ്പോയി, അത് നോക്കിയിരിക്കുന്ന ചെറുപ്പക്കാർ നമുക്ക് വോട്ട് ചെയ്തില്ല എന്ന് MV ജയരാജൻ പറയുന്നത് ഈ മാറ്റത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ? അല്ല, തിയറിറ്റിക്കലി എന്താന്ന് വെച്ചാല് ഇപ്പം ഒരു പുസ്തകം ആദ്യം എഴുതി വെച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ എല്ലാ കാലവും ഫോളോ ചെയ്യാന്നുള്ള ഒരു മെത്തേഡിന് വിപരീതമായ സാധനത്തെയാണ് നമ്മൾ ഇടതുപക്ഷ തിയറി എന്ന് പറയാം. മാർക്സിയത്തിന്റെ ഒരു ബേസിക്കായ സാധനം എന്ന് വെച്ചാൽ ഇറ്റ്സ് ചേഞ്ചസ് ദ ഫൈനൽ തിങ് എന്നാണ്. അതിന് ഓരോ കാലത്തനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം എന്നുള്ള തിരിച്ചറിവാണ്. അത് എത്രത്തോളം വേഗതയിൽ മാറാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് സ്വയം വിമർശനപരമായി നോക്കേണ്ട കാര്യവുമാണ്. പിന്നെ സംഘപരിവാറിന്റെ ആശയം കംപ്ലീറ്റ് എന്താ പറയുക ഇന്റേണലൈസ് ചെയ്തിരിക്കുന്ന ഒരാളോട് മോഡേൺ പൊളിറ്റിക്സിനെ പറ്റി തർക്കിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ മഹാഭാഗ്യത്തിന് സന്ദീപ് വാര്യർ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിനെ പറ്റിയുള്ള സാധനത്തെ നേരെ ഓപ്പോസിറ്റായ ഉദാഹരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ ആ ബഹളത്തിലേക്ക് പിന്നെയും പോവുകയല്ല. അപ്പോൾ ഒരു നാട്ടിലെ ആളുകളെ, നൗഷാദ് അലി പറഞ്ഞ നാട്ടിലെ ആളുകൾ എന്നല്ല, കാസർഗോഡുള്ള ആളുകൾക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്നത്, അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നുള്ള ബോധ്യം
അത് ഇടതുപക്ഷം കൊണ്ടുവന്ന പുരോഗമന ആശയമാണ്. ഭാഷയുടെ പേരിൽ ആളുകളെ വേർതിരിച്ചു പറയരുത് എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. അതായത് സംസ്കൃതം കേട്ടാൽ, വേദം കേട്ടാൽ കേട്ട ശൂദ്രന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം എന്നുള്ളതാണ് പഴയ സങ്കല്പം. ആ സങ്കല്പം മാറ്റിയിട്ട് എല്ലാ ഭാഷയും എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് പുരോഗമന രാഷ്ട്രീയം. അത് ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ചിട്ടുള്ള മണ്ണ് കേരളത്തിന്റെ തന്നെയാണ്. ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ ചിന്തകർക്കും പുരോഗമന ചിന്തകർക്കും വലിയ പ്രാധാന്യമുണ്ട് താനും. അതിന്റെ ഒരു അംശം സന്ദീപ് വാര്യർ പോലും സ്വാംശീകരിച്ചിട്ടുണ്ട്. അതുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, കേരളത്തിൽ മഹാഭൂരിപക്ഷം ആളുകൾക്ക് ഭൂമി ഇല്ലായിരുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇപ്പോഴും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് മരിച്ചാൽ കുഴിച്ചിടാൻ പോലും ഭൂമി ഇല്ലാത്തത്? നിങ്ങളുടെ തലയിൽ എഴുത്താണെന്നാണ് പറഞ്ഞിരുന്നത്. തലയിൽ എഴുത്തല്ല എന്നും കേരള ലാൻഡ് റിഫോംസ് ആക്ട് കൊണ്ടുവന്നിട്ട് ജന്മിത്വം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തത് EMS മന്ത്രിസഭയായിരുന്നു. സന്ദീപ് പറയുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടന്ന ഗുരുവായൂർ അമ്പല നടയിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകിയത് ഇവിടുത്തെ ഇടത്, ഞാൻ പറയുന്ന പുരോഗമനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ചേർന്ന് നടത്തിയ സമരത്തിലൂടെയാണ്. അത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പിന്നെ നിങ്ങൾ പുറത്തിറങ്ങി നോക്കൂ, ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ പിന്നാലെയാണ് ആളുകൾ കൂടുതൽ നോക്കിയിട്ടാണോ BJP നിങ്ങളുടെ പൊളിറ്റിക്സ് സെറ്റ് ചെയ്യുന്നത്? അല്ലല്ലോ. നിങ്ങൾക്ക് വിചാരധാര എന്ന് പറഞ്ഞ വലിയൊരു ഹോളി ടെക്സ്റ്റ് ഇല്ലേ, അതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ലേ BJP എന്നുള്ള പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ ഡാപ്സിയുടെ കൂടെയാണ് ആളുകൾ, അതിനനുസരിച്ച് മാറ്റുന്നതാണോ ഇത്? എങ്ങനെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർ ആയിരിക്കുന്ന, പ്രതിനിധിയായിരിക്കുന്ന ഒരാള് അരാഷ്ട്രീയവാദം കുഴപ്പമില്ലാത്ത സാധനമാണെന്ന് പറയുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് തൽക്കാലം ഇലക്ഷനിൽ അത് കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടാവാം. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടുകൾ പൊളിറ്റിക്കൽ വോട്ടുകളല്ല, അപ്പൊളിറ്റിക്കൽ വോട്ടുകളാണ് എന്ന് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി പറയുന്നത് എത്രത്തോളം നിങ്ങൾ തന്നെ പ്രസന്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തിന് വിരുദ്ധമാണെന്നോ? പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടെ ഈ സ്ട്രാറ്റജി എല്ലാ കാലത്തും വിജയിക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട്. നരേന്ദ്രമോദി എന്തുകൊണ്ട് പിറകോട്ട് പോയി എന്നുള്ളത് ഇവര് തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ട് നീങ്ങിയ ആളായിരുന്നു മോഡിയും BJPയും. പക്ഷെ നോക്കൂ, രണ്ട് പാർട്ടികളുടെ സപ്പോർട്ടോടെ മാത്രമാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, ശരി. സന്ദീപ് വാര്യർ, ഒന്ന് കാസർഗോഡ് ഭാഷയുടെ കാര്യം പറഞ്ഞു. ശരിയാണ്, ഞാൻ അതിലെ ഒരു പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് എന്ന് പറയുന്നതിന്റെ, അല്ലെങ്കിൽ അത് തോന്നിപ്പിക്കാനുണ്ടായ കാരണം കേരളത്തിൽ ഇടതുപക്ഷം പ്രവർത്തിച്ചത് കൊണ്ടാണെന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലിരിക്കുന്നു എന്ന് പറയാനുള്ളൂ. ഒഡീഷയിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പറഞ്ഞത് ഒഡീഷ ഭാഷ അറിയാത്ത മറുഭാഷക്കാരനെ നിങ്ങൾക്ക് ഈ നാട്ടിൽ വേണമോ എന്നതാണ്. VK പാട്ടിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അതിനകത്തൊരു പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ഇല്ലേ? ഞാൻ അതിലേക്ക് വരാം. ഇവിടെ നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ എങ്ങനെയാണ് സംഭാവനയാവുന്നത്? ഏറ്റവും കൂടുതൽ ഇത്തരം റേസിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് പൂർണ്ണമായും വലതുപക്ഷത്ത് നിൽക്കുന്ന അമേരിക്കയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങളാണ്. ഇവിടെ ഏറ്റവും വലിയ ലിംഗ്വിസ്റ്റിക് ഷോവനിസ്റ്റുകളായിട്ടുള്ള DMKയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ത് പറയും? ഏറ്റവും വലിയ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലിംഗ്വിസ്റ്റിക് ഷോവനിസ്റ്റുകൾ എന്ന് പറയുന്നത് DMKക്കാരാണ്. ആ DMKക്കാർക്ക് ഹിന്ദി എന്ന് കേൾക്കുന്നതേ വൈരാഗ്യമാണ്. ഹിന്ദിയിൽ ബോർഡ് കണ്ടാൽ അടിച്ചു പൊളിക്കും. ഹിന്ദി തെരിയാതെ പോടാന്ന് പറയും. ഹിന്ദി സംസാരിക്കുന്ന നോർത്ത് ഇന്ത്യക്കാരായ പാവപ്പെട്ട തൊഴിലാളികളെ കോയമ്പത്തൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതുപോലെയുള്ള ലിംഗ്വിസ്റ്റിക് ഷോവനിസ്റ്റുകളുടെ കൂടെ നിന്നുകൊണ്ട് 2 സീറ്റ് അടിച്ചെടുത്ത് ഇന്ന് ചിഹ്നം മരപ്പട്ടിയിലേക്കും അതുപോലെ തന്നെ ഈനാമ്പേച്ചയിലേക്കും പോവാതെ നിൽക്കുന്ന CPMകാര് ഞങ്ങളെ അക്കാര്യത്തിൽ ഉപദേശിക്കരുത്. 1. 2, ഈ ലിംഗ്വിസ്റ്റിക് ഷോവനിസം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തമിഴ്നാട്ടിലാണുള്ളത്. ഇനി പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം. ഞാൻ എന്തുകൊണ്ട് ഇന്നത്തെ യുവതലമുറയുടെ ആസ്പിറേഷൻസിനെ കുറിച്ച് പറഞ്ഞു, അതിനെ അഡ്രസ് ചെയ്യാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ കഴിയുന്നില്ല. അത് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും വിവിധ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങൾക്ക് യോജിക്കുന്ന പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഇനി എല്ലാ സംസ്ഥാനങ്ങളും ഒരേ പൊളിറ്റിക്സ് ആണെങ്കിൽ എന്തിനാണ് CPM മറ്റ് സംസ്ഥാനങ്ങൾ കോൺഗ്രസിനൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? എന്താണ് രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയതും ഇവിടെ കോൺഗ്രസിനെതിരായിട്ട് മത്സരിച്ചതും? നിങ്ങൾ എല്ലാ സ്ഥലത്തും ഒരേ പൊളിറ്റിക്സ് ആണോ? അല്ല. സ്വാഭാവികമായിട്ടും ഓരോ സംസ്ഥാനത്തെയും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയത്തിന്റെ ലൈൻ മാറ്റാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മുന്നണിയിൽ ഒരു പാർട്ടിയും മറ്റൊരു പാർട്ടിക്കെതിരെ വേറെ സംസ്ഥാനത്ത് പോയി മത്സരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം. ഇത്രത്തോളം കാപട്യം കാണിച്ചിട്ടുള്ളത് ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരുമാണ്. നിങ്ങളുടെ രാഷ്ട്രീയത്തിനെ പൂർണ്ണമായി രാജ്യം തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇപ്പൊ പൂർത്തിയാക്കാം, കുറച്ച് സമയം എന്താ.
നിങ്ങളുടെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും രാജ്യം തിരസ്കരിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ഇടതുപക്ഷ പാർട്ടികൾക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ഇന്ത്യയിൽ എവിടെ തിരിച്ചു വരാൻ പറ്റില്ല. ബംഗാളിൽ വോട്ടിംഗ് പെർസെന്റേജ് 5%. 240 ഇന്ത്യ മുന്നണിക്ക് 237 3 സീറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ നിങ്ങളുടെ മുഖ്യ പാർട്ടിയും ഇന്ത്യ മുന്നണിയും തമ്മിൽ. അതെ 32 പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു കോയിലേഷൻ, പോസ്റ്റ് പോൾ കോയിലേഷൻ ആയിട്ടുള്ള ഇന്ത്യ മുന്നണിക്ക് 232 സീറ്റ് കിട്ടിയെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പ്രീ പോൾ ആയിട്ട് ജനങ്ങളെ ഒരു പ്രീ പോൾ അനലൈസിന്റെ ഭാഗമായി ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ന ആളായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ അഭിമുഖീകരിച്ച് 300 സീറ്റിലധികം നേടി. 300 സീറ്റിൽ നേടി ഞങ്ങൾ അധികാരത്തിൽ വന്നു. ജനങ്ങൾ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള മാൻഡേറ്റ് നൽകി. എന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? 10 വർഷം ഭരിച്ച പ്രധാനമന്ത്രി ആലോചിക്കണം. ദീർഘകാലം 10 വർഷം ഭരിച്ചതിന് ശേഷം 3ാമത്തെ തവണയും നെഹ്റുവിന് ശേഷം 3ാമത്തെ തവണയും തുടർച്ചയായിട്ട് ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വരികയാണ്. അതും ക്ലിയർ ആയിട്ടുള്ള മാൻഡേറ്റ് പ്രീ പോൾ അലയൻസ് ആണ്. 30 സെക്കൻഡ്സിൽ വൈൻഡപ്പ്. അരാഷ്ട്രീയമായിട്ടുള്ള ശൈലി നിങ്ങളുടെ രാഷ്ട്രീയ ശൈലിയായി മാറുന്നുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. അഥവാ അരാഷ്ട്രീയത്തിൽ പൊതിഞ്ഞുള്ള രാഷ്ട്രീയമാണോ BJP മുന്നിലേക്ക് ഇനി വെക്കാൻ പോകുന്നത്? ഞങ്ങൾ അരാഷ്ട്രീയം എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവരുടെ പൊളിറ്റിക്സിന് വ്യത്യസ്തമാണ്. ഞങ്ങൾ ഇന്നത്തെ യങ്ങർ ജനറേഷന്റെ ആസ്പിറേഷനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് സുരേഷ് ഗോപിയിൽ ഒരു ആശ്രയം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സുരേഷ് ഗോപി ഞങ്ങളെ ലീഡ് ചെയ്യാൻ യോഗ്യനാണെന്ന് ഇന്നത്തെ കേരളത്തിലെ യുവതലമുറയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പുതുതലമുറയുടെ രാഷ്ട്രീയമാണെന്നാണ് BJPയുടെ വാദം. നന്ദി ശ്രീ KP നൌഷാദ് അലി, നന്ദി ശ്രീ പ്രേംകുമാർ. നമ്മൾ വരും ദിവസങ്ങളിലും ഇത് ചർച്ചയ്ക്കെടുക്കും. നന്ദി ശ്രീ സന്ദീപ് വാര്യർ.